നമ്മളെല്ലാവരും ദിവസവും സംഖ്യകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? എണ്ണാനും അളക്കാനും കണക്ക് കൂട്ടാനും ഒക്കെയായിട്ട് നമ്മുടെ ജീവിതം മുഴുവൻ സംഖ്യകളാണ്. പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ അക്കങ്ങളൊക്കെ വെറും ഉപകരണങ്ങൾ മാത്രമാണോ എന്ന്? സത്യത്തിൽ അല്ല. അവയ്ക്ക് നമ്മൾ അറിയാത്ത ഒരു രഹസ്യ ജീവിതം തന്നെയുണ്ട്. ഇന്ന് നമുക്ക് ആ ലോകത്തേക്കൊന്ന് എത്തിനോക്കാം. അപ്പോ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ്. സംഖ്യകൾ ശരിക്കും എണ്ണാൻ വേണ്ടി മാത്രമുള്ളതാണോ? കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാമല്ലേ? പക്ഷേ ഈ ഒരു ചോദ്യത്തിന് നമ്മുടെ കാഴ്ചപ്പാടുകളെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ സാധിക്കും. ചരിത്രം നോക്കിയാല് സംഖ്യകൾക്ക് രണ്ട് വശങ്ങളുള്ളതായി കാണാം. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന അതിന്റെ പരിമാണപരമായ വശം, അതായത് എണ്ണാനും കണക്കുകൂട്ടാനും ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് വേറൊരു വശം കൂടിയുണ്ട്, ഗുണപരമായ വശം. അതായത് ഓരോ സംഖ്യയ്ക്കും അതിൻ്റെതായ ആഴത്തിലുള്ളൊരർത്ഥവും പ്രതീകാത്മകതയുമുണ്ട്. ശരി, അപ്പം നമുക്ക് കുറച്ച് പിന്നോട്ടു പോകാം, ചരിത്രത്തിലേക്ക്. പുരാതന കാലത്ത് ആളുകള് സംഖ്യകളെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നതെന്നറിയാമോ? അന്ന് സംഖ്യകൾക്കൊരു തരം ദൈവീക പരിവേഷം തന്നെയുണ്ടായിരുന്നു. ഈയൊരു ചിന്തയുടെ തുടക്കക്കാരൻ ആരാണെന്നറിയാമോ? സാക്ഷാൽ പൈതഗോറസ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ സംഗീതവും ഗണിതവും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളുമെല്ലാം തമ്മിലൊരു ബന്ധമുണ്ട്. സംഖ്യകൾ വെറും അക്കങ്ങളല്ല, അവ ദൈവീകമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് സംഖ്യകൾ കൊണ്ടാണെന്ന് വരെ അദ്ദേഹം വിശ്വസിച്ചു. ഇതിലെ രസമെന്താന്ന് വെച്ചാൽ, ഈ ഐഡിയ ഗ്രീസിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ലോകത്തിന്റെ പല ഭാഗത്തുള്ള സംസ്കാരങ്ങൾ ഇത് ഏറ്റെടുത്തു. ഉദാഹരണത്തിന് ഗ്രീക്കുകാർ ഐസോപ്സെഫി എന്നൊരു രീതി ഉപയോഗിച്ചു. ഹീബ്രുക്കൾ ജമാട്രിയ എന്ന രീതിയും. എന്താ ഇതിൽ ചെയ്യുന്നത്? ഓരോ അക്ഷരത്തിനും ഓരോ നമ്പർ വാല്യൂ കൊടുക്കും. എന്നിട്ട് വാക്കുകളിലും പേരുകളിലും എന്തിന് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വരെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യാർത്ഥങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഓക്കേ, പുരാതന കാലത്തെ ഈ നിഗൂഢതകളിൽ നിന്ന് നമുക്ക് നേരെ ആധുനിക മനഃശാസ്ത്രത്തിലേക്ക് വരാം. വിഖ്യാതനായ കാൾ യുങ് സംഖ്യകളെ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്ന് നോക്കാം. യുങ്ങിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആദിരൂപം അഥവാ ആർക്കിടൈപ്പ് എന്താണെന്നറിയണം. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, അത് ഏത് നാട്ടുകാരായാലും ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവരായാലും പൊതുവായി കാണുന്ന ചില ചിഹ്നങ്ങളും ആശയങ്ങളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഹീറോ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു ഇമേജ് ഉണ്ടല്ലോ. ലോകത്ത് എവിടെ പോയാലും ഏകദേശം ഒരുപോലെയായിരിക്കും. അതാണ് ആർക്കിടൈപ്പ്. ഇവിടെയാണ് യുങ്ങിന്റെ വിപ്ലവകരമായ ആശയം വരുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റെല്ലാ ആർക്കിടൈപ്പുകൾക്കും മുൻപുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ആർക്കിടൈപ്പ് എന്ന് പറയുന്നത് നമ്പറുകളാണ്. നമ്മുടെ ചിന്തകളും അനുഭവങ്ങളുമൊക്കെ പലപ്പോഴും ചിതറിക്കടക്കുകയായിരിക്കും അല്ലേ? അതിനെയൊക്കെ ഒരു ഓർഡറിലാക്കി ഒരു അർത്ഥം നൽകുന്നത് ഈ സംഖ്യകളാണെന്നാണ് യുങ് പറഞ്ഞത്. ഈയൊരു കണക്ഷൻ വിശദീകരിക്കാൻ യുങ് ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അനസ് മുണ്ടസ്. ലാറ്റിൻ വാക്കാണ് ഒരു ലോകം എന്നാണർത്ഥം. അതായത് നമ്മുടെ ഉള്ളിലുള്ള ലോകം, നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും വികാരങ്ങളുമൊക്കെ. പിന്നെ നമ്മൾ കാണുന്ന ഈ പുറം ലോകം, അതായത് ഭൗതിക ലോകം. ഇവ രണ്ടും ശരിക്കും രണ്ടല്ല. ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ഇതിനെല്ലാം അടിസ്ഥാനമായി ഒരൊറ്റ ലോകമുണ്ടെന്നാണ് ഈ ആശയം പറയുന്നത്. ഈ ഒരു ബന്ധത്തിന് യുങ് തരുന്ന ഏറ്റവും വലിയ തെളിവാണ് സിങ്ക്രണിസിറ്റി. കേട്ടിട്ടുണ്ടാവില്ലേ? മീനിംഗ്ഫുൾ കോയിൻസിഡൻസ് എന്ന് പറയും. അതായത് അർത്ഥവത്തായ യാദൃശ്ചികതകൾ. ഇപ്പം നമ്മൾ ഒരാളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ കോള് വരുന്നതുപോലെ. പ്രത്യക്ഷത്തിലൊരു കാരണവും കാണില്ല, പക്ഷെ നമുക്കറിയാം അതിനെന്തോ ഒരർത്ഥമുണ്ടെന്ന്. യുങ് പറയുന്നത് പലപ്പോഴും ഈ സിങ്ക്രണിസിറ്റി നമുക്ക് അനുഭവപ്പെടുന്നത് സംഖ്യകളിലൂടെയാണെന്നാണ്. അപ്പൊ ശരി, നമുക്കിനി കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകാം. ആദ്യത്തെ 4 സംഖ്യകള് 1, 2, 3, 4. യുങ്ങിന്റെയും അദ്ദേഹത്തെ പിന്തുടരുന്നവരുടെയും അഭിപ്രായത്തിൽ ഈ 4 സംഖ്യകൾ നമ്മുടെ ബോധമനസ്സിന്റെ, അതായത് കോൺഷ്യസ്നെസ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അപ്പം നമുക്ക് 1 നിന്ന് തുടങ്ങാം, ഈ പ്രതീകാത്മക യാത്രയുടെ തുടക്കം. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും തുടക്കമാണ്, ഒരു പൂർണ്ണതയാണ്. സ്വന്തം വാല് വിഴുങ്ങുന്ന പാമ്പിന്റെ ചിത്രമില്ലേ, ഔറോബോറസ്? അതുപോലെയാണ്. വേർതിരിവുകളൊന്നുമില്ല, എല്ലാം ഒന്നായി നിൽക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ബോധം ഉണരുന്നതിനു മുൻപുള്ള ഒരു സമ്പൂർണമായ ഏകത്വം. 1 നിന്ന് നമ്മൾ നേരെ 2ലേക്കാണ് വരുന്നത്. ആ പൂർണ്ണമായ ഏകത്വത്തിൽ നിന്നുള്ള ആദ്യത്തെ വേർപിരിയലാണിത്. വളരെ പ്രധാനപ്പെട്ട, ധീരമായ ഒരു വേർപിരിയൽ. 2 എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, അത് ദ്വന്ദ്വമാണ്, ഡ്യുവാലിറ്റി. ഒന്നുണ്ടായിരുന്നിടത്ത് 2ആയി. ഇത് വിപരീതങ്ങളെ ഉണ്ടാക്കുന്നു. വെളിച്ചം, ഇരുട്ട്, സ്ത്രീ പുരുഷൻ,
നന്മ തിന്മ അങ്ങനെ. ഈ വിപരീതങ്ങളുള്ളതുകൊണ്ടാണ് ഒരു സംഘർഷമുണ്ടാകുന്നത്. ആ സംഘർഷമാണ് സത്യത്തിൽ ജീവന്റെയും വളർച്ചയുടെയും അടിസ്ഥാനം. അപ്പോ രണ്ട് കാരണം ഒരു ടെൻഷനുണ്ടായി അല്ലേ, ഒരു സംഘർഷം. ഈ സംഘർഷത്തിനൊരു പരിഹാരവുമായിട്ടാണ് മൂന്നാമത്തെ സംഖ്യ വരുന്നത്. രണ്ടിൽ നിന്ന് വന്ന ആ ടെൻഷനുണ്ടല്ലോ, അതിനൊരു പരിഹാരം കൊടുക്കുകയാണ് 3. പക്ഷെ അത് വെറുതെ രണ്ടിനെയും കൂട്ടിച്ചേർക്കുകയല്ല ചെയ്യുന്നത്. പകരം ആ വിപരീതങ്ങളുടെ സംഘടനത്തിൽ നിന്ന് തികച്ചും പുതിയൊന്നുണ്ടാകുന്നു. അതുകൊണ്ടുതന്നെ 3 എന്ന് പറയുന്നത് സൃഷ്ടിയുടെയും വളർച്ചയുടെയും ഒരു പ്രതീകമാണ്. യുങ് തന്നെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. വിപരീതങ്ങളുടെ ഓരോ പിരിമുറുക്കവും ഒരു മോചനത്തിലാണ് അവസാനിക്കുന്നത്. അതിൽ നിന്ന് മൂന്നാമതൊന്ന് വരുന്നൂന്ന്. അതായത് ആ സംഘർഷം നമ്മൾ അതിജീവിക്കുമ്പോൾ അതിൽ നിന്ന് പുതിയൊന്ന് ഉയർന്നു വരും. ശരി, 1, 2, 3 കഴിഞ്ഞു. ഇനി 4. ഇത് സ്ഥിരതയുടെയും പൂർണ്ണതയുടെയും പ്രതീകമാണ്. പഴയ ആൽക്കെമിയിലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. മരിയയുടെ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന ഒരാശയമുണ്ട്. അത് ഈ യാത്രയെ ഭംഗിയായി വിവരിക്കുന്നുണ്ട്. 1 2 2 3 പിന്നെ മൂന്നാമത്തേതിൽ നിന്ന് 1 വരുന്നു, നാലാമത്തേതായിട്ട്. അതായത് 1ൽ നിന്ന് തുടങ്ങിയ യാത്ര സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്ന് 4ലെത്തുമ്പോൾ അത് വീണ്ടും ഒരു ഏകത്വമായി മാറുന്നു. പക്ഷെ ഇത് തുടക്കത്തിലെ ആ ഒന്നല്ല, ഇത് ബോധപൂർവം നമ്മൾ എത്തിച്ചേർന്ന ഒരു പുതിയ പൂർണ്ണതയാണ്. അപ്പോ 4 എന്ന് പറയുന്നത് വെറുമൊരു അക്കമല്ല, അത് നമ്മുടെ പൂർണ്ണതയുടെ പ്രതീകമാണ്. യുങ്ങിന്റെ തിയറി അനുസരിച്ച് നമുക്ക് 4 പ്രധാനപ്പെട്ട മാനസിക പ്രവർത്തനങ്ങളുണ്ട്: ചിന്ത, വികാരം, സംവേദനം, പിന്നെ അവബോധം അഥവാ ഇൻറ്റ്യൂഷൻ. ഈ 4ഉം ഒരുമിച്ച് സന്തുലിതമാകുമ്പോഴാണ് നമ്മളൊരു പൂർണ്ണതയുള്ള വ്യക്തിയായി മാറുന്നത്. അതാണ് 4ന്റെ പ്രാധാന്യം. ശരി, അപ്പോ സംഖ്യകളുടെ ഈ പ്രതീകാത്മക യാത്ര, ഇതിനെ നമുക്ക് നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളുമായി ഒന്ന് ബന്ധിപ്പിച്ചു നോക്കാം. 1 മുതൽ 4 വരെയുള്ള ഈ യാത്ര ശരിക്കും എന്താ കാണിക്കുന്നത്? അത് നമ്മൾ ആരാണെന്ന് സ്വയം കണ്ടെത്താനുള്ള നമ്മുടെയൊക്കെ ജീവിതയാത്ര തന്നെയാണ്, അല്ലേ? ഒരു അബോധപൂർവമായ ഏകത്വത്തിൽ നിന്ന് തുടങ്ങി ജീവിതത്തിലെ പലതരം സംഘർഷങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയി അവസാനം ബോധപൂർവമായ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതാണ് ഈ സംഖ്യകൾ നമ്മളോട് പറയുന്നത്. വിഖ്യാത കവി വില്യം ബ്ലേക്കിന്റെ അതിമനോഹരമായ ചില വരികളുണ്ട്. ഒരു മണൽത്തരിയിലൊരു ലോകം കാണാൻ, അനന്തതയെ ഉള്ളം കൈയിലൊതുക്കാനെന്നൊക്കെ. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ള വളരെ സാധാരണമായി തോന്നുന്ന കാര്യങ്ങളിൽ പോലും, എന്തിന് ഈ സംഖ്യകളിൽ പോലും ഒരു പ്രപഞ്ചം മുഴുവൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഏതെങ്കിലും ഒരു സംഖ്യ കാണുമ്പോൾ വെറുതെ ഒന്ന് ചിന്തിക്കുക അതിന്റെ പിന്നിലെ ഈ രഹസ്യ ലോകത്തെക്കുറിച്ച്. നന്ദി.